അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ ശക്തമായ 3 കാര്യങ്ങളാണ് നിലനിർത്തിയിരിക്കുന്നത്. ആ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് ദീനുൽ ഇസ്ലാം. അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ കടക്കാൻ പറ്റുകയില്ല. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മൂന്നാമത്തത് അസ്ഹാബു റസൂലില്ലാഹ്. സാധാരണ നാം ഈ മൂന്നാമത്തെ കാര്യം അസ്ഹാബു റസൂലില്ല ചർച്ചയിൽ കൊണ്ടുവരാറില്ല. എന്തുകൊണ്ട്? അത് മുഹമ്മദുർ റസൂലുള്ളയിൽ ഇൻക്ലൂഡിംഗ് ആണ്, അതിൽ ഉൾപ്പെടുത്തതാണ്. അതുകൊണ്ട് പക്ഷെ കാലം കുറെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അസ്ഹാബു റസൂലില്ല പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടി വന്നു മക്കൾക്ക്. ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയേണ്ടി വന്നു. ഒന്ന് മാ ഖാലല്ലാഹ്, രണ്ടാമത്തത് വമാ ഖാല റസൂലുള്ളാഹ്, മൂന്നാമത്തത് വമാ ഖാല സ്വഹാബ. എന്തുകൊണ്ടായിരുന്നു ഈ മൂന്നാമത്തത് ഒരു പ്രത്യേക വിഷയമാക്കാതിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പൂർത്തിയാകണമെങ്കിൽ ഫഹ്മു സ്വഹാബ ഷർത്താണ്. മേൽ പറയപ്പെട്ട 2 കാര്യങ്ങളുമായി 2 കാര്യങ്ങളിൽ സഹാബാക്കളുടെ ഫഹ്ം എന്താണോ, സഹാബാക്കൾ എന്താണോ അതനുസരിച്ച് അമൽ ചെയ്തത്, അത് ഒരു പ്രമാണമാണ്. സഹാബാക്കളുടെ അമലിനെ വെച്ചുകൊണ്ട് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാവുകയുള്ളൂ. സഹാബാക്കളുടെ അമലുകളെ വെച്ചുകൊണ്ട് മാത്രമേ മുഹമ്മദുർ റസൂലുള്ളാഹിയും സഹിയാവുകയുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയനുസരിച്ച് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കലിമയനുസരിച്ച് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിതം അലാ ഫഹ്മി സ്വഹാബ, സ്വഹാബാക്കൾ എന്താണോ ആ 2 കലിമയിൽ നിന്ന് മനസ്സിലാക്കി അമൽ ചെയ്തത് ആ അമലനുസരിച്ചായിരിക്കണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സ്വഹാബാക്കൾ എന്നത് പിന്നീട് ഊനംതിരിഞ്ഞു വന്നൊരു സമൂഹമല്ല. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു സംഘമാണവർ. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് ഈ റിസാലത്ത് പരിചയപ്പെടുത്തി തന്നപ്പോൾ ഉടൻ തന്നെ അള്ളാഹു പറഞ്ഞത് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ആ പ്രവാചകനോടൊപ്പമുള്ളവർ, ആ പ്രവാചകനോടൊപ്പമുള്ളവർ അഷ്റഫുൽ ഖൽക്കിന്റെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികളാണ്, അത് സഹാബാക്കളാണ്. അവരെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ അഅ്മാലുകളെ വരും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ്. കിതാബുകളെ നിഷേധിച്ചുകൊണ്ടുണ്ടാക്കപ്പെട്ട മതങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ റസൂലുള്ളാഹ്, അസ്ഹാബു മൂസ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരെ വെച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അല്ലാഹു തആല ദീൻ പഠിപ്പിച്ചത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറയുന്നു, ബാക്കിയുള്ളവർ പ്രവർത്തിക്കുന്നു, അങ്ങനെയല്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ അമലുകളെ അല്ലാഹു തആല പ്രമാണങ്ങളാക്കി വെച്ചുകൊണ്ടാണ് വരും തലമുറകൾക്ക് മാർഗദർശനം നൽകിയത്. അല്ലെങ്കിൽ ഫറോവ സമൂഹത്തിന്റെ ഏകപക്ഷീയമായ നാശത്തിന് ശേഷം മൂസ ഹാറൂൻ പ്രവാചകന്മാരെ വെച്ചുകൊണ്ടൊരു ഭരണകൂടം ഉണ്ടാക്കുകയും ആ ഭരണത്തിന്റെ ചോട്ടിൽ ഫലസ്തീനും ഈജിപ്തും വളരെ കൃത്യമായി അസ്ബാബുകളെ സപ്ലൈ ചെയ്തുകൊണ്ട് പ്രവാചകന്മാർ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമായിരുന്നു. അത് അല്ലാഹു ചെയ്തില്ല. ഫറോവ സമൂഹത്തെ ഏകപക്ഷീയമായി നശിപ്പിച്ചു അല്ലാഹു തആല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് നശിപ്പിച്ചു. അതെ, ഭരണകൂടത്തിന്റെ കാര്യത്തിൽ അള്ളാഹ്ക്ക് 2 രീതിയാണ്. ഒന്ന്, അള്ളാഹു അനുവദിച്ചു തന്ന അസ്ബാബുകളെ സമൂഹം ഉപയോഗപ്പെടുത്തുക, ഭരണകൂടത്തെ അനുകൂലമോ പ്രതികൂലമോ ആക്കാൻ. അപ്പൊ അല്ലാഹു തആല ആ വിഷയത്തിൽ ഇടപെടുന്നു. സമൂഹം ഉപയോഗിച്ചിരിക്കുന്ന അസ്ബാബുകളെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല ഇടപെടുന്നു. അത് അള്ളാഹുവിന്റെ കൗനിയായ ഇടപെടലാണ്, അള്ളാഹുവിന്റെ സാങ്കേതികമായ ഇടപെടലാണ്. 2 രീതിയിൽ അല്ലാഹു തആല
അവന്റെ സുന്നത്ത് നടപ്പിലാക്കാറുണ്ട്. ഒന്ന് മുത്തലക്കായ ഖുദ്റത്ത് ഉപയോഗിച്ച്, അവിടെ അസ്ബാബുകളെ അല്ലാഹു തആല പരിഗണിക്കാറേയില്ല. രണ്ട്, അല്ലാഹു തആല അസ്ബാബുകളെ, വസ്തുക്കൾ, മെറ്റീരിയൽസിനെ പരിഗണിച്ചുകൊണ്ടുള്ള ഇടപെടൽ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല അവന്റെ മുത്തലക്കായ ഖുദ്റത്താണ് പ്രയോഗിച്ചത്. കൗനിയായ ഏർപ്പാടുകളെ ഒന്നും അല്ലാഹു തആല പരിഗണിച്ചില്ല. അതിന് അല്ലാഹു സ്വീകരിക്കുന്ന രീതിയാണ് ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവിടെ അസ്ബാബുകൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന് അല്ലാഹു തആല ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത്, മുത്തലക്കായ ഖുദ്റത്ത്, അസ്ബാബുകളെ പരിഗണിക്കാതെ, അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഇടപെടലുകളെ പരിഗണിക്കാതെ കാര്യങ്ങൾ നടത്തുന്ന രീതിയാണത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം എന്ന്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം അല്ലാഹുവിന്റെ അടുക്കൽ ആദമിന്റെ ഉദാഹരണം പോലെയാണ് എന്ന്. അതെ, ആദമിന്റെ നിർമ്മാണം നടന്നതും ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. തക്വീനിന്റെ കലിമ, നീ ഉണ്ടാകു എന്ന് അല്ലാഹു തആല അതിനോട് പറയുന്നു, അത് ഉണ്ടാകുന്നു. അതാണ് ആദമിന്റെ കാര്യത്തിൽ അല്ലാഹു സ്വീകരിച്ച രീതി. ആദമിന്റെ ഇണയായ ഹവ്വാന്റെ നിർമ്മാണത്തിൽ സ്വീകരിച്ച രീതി. പിന്നെ അങ്ങോട്ട് അല്ലാഹു തആല അസ്ബാബുകളെ പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യോൽപാദനം ഉണ്ടാക്കിയത്. അല്ലേ? അല്ലാഹു തആല സൂറത്തു ദഹ്റിന്റെ ആദ്യത്തിൽ 3 ആയത്ത് പറഞ്ഞത് 2 ആയത്ത് മനുഷ്യന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതല്ലേ? ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. ആ ആയത്തിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ മെനക്കെടണ്ട, നിങ്ങൾക്കറിയാത്തൊരു മേഖലയാണത് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിച്ചതായ ആയത്തിലൂടെ. ആ ആയത്തിലൂടെ അല്ലാഹു തആല സൂചിപ്പിച്ചത് നിങ്ങൾ ഗവേഷണം ചെയ്തിട്ട് എങ്ങനെയാണ് ആദം ഉണ്ടായതെന്ന് പഠിക്കാനൊന്നും മെനക്കെടണ്ട. ഹവ്വ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ ലോജിക്ക് അനുസരിച്ച് തീരുമാനിക്കാൻ മെനക്കെടണ്ട. അള്ളാഹു ഉണ്ടാക്കി എന്ന് മാത്രം അംഗീകരിച്ചു കൊടുത്താൽ മതി. കാരണം എന്താണ്? അസ്ബാബിന്റെ ലോകവുമായിട്ടല്ല ആദം ഹവ്വ ദമ്പതിമാരെ നിർമ്മാണത്തിന്റെ ബന്ധം. അതുകൊണ്ട് അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ കാര്യം അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അതെ, മനുഷ്യന്റെ പ്രത്യുൽപാദനത്തെ പറ്റിയുള്ള ചർച്ചയാണ് രണ്ടാമത്തെ ആയത്തിൽ. സൂറത്തു ദഹ്റിന്റെ 2-ാമത്തെ ആയത്ത് പ്രത്യുൽപാദനത്തെ പറ്റിയുള്ള ചർച്ചയാണ്. പ്രത്യുൽപാദനം അസ്ബാബുകളെ പരിഗണിച്ചുകൊണ്ടാണ്. മനുഷ്യന്റെ പ്രത്യുൽപാദനം, ആദം ഹവ്വ ദമ്പതിമാർക്ക് പിന്നെ മക്കൾ ഉണ്ടാകുന്നത് അസ്ബാബുകളെ പരിഗണിച്ചുകൊണ്ടാണ്. ഒരു പുരുഷന്റെ ബീജത്തെയും ഒരു സ്ത്രീയുടെ അണ്ഡത്തെയും ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. ഏകപക്ഷീയമായി വസ്തുക്കൾക്ക് പ്രസക്തി നൽകാതെ അല്ലാഹു ആദം ഹവ്വ ദമ്പതിമാരെ നിർമ്മിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. ആദമിന്റെ നുത്ഫത്ത് ഉപയോഗിച്ച് ശുക്ലത്തെ ഹവ്വാന്റെ അണ്ഡവുമായിട്ട് ബന്ധിപ്പിച്ചു. എന്നിട്ട് ഫീ ഖറാരിൻ മക്കീൻ, സുരക്ഷിതമായി ഗർഭാശയത്തിൽ അല്ലാഹു തആല ആ ശുക്ലത്തിന് വളരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അല്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം എന്ന പുരുഷന്റെ ബീജത്തെ പറ്റി ചർച്ച ചെയ്തു. ആ ബീജത്തെ അണ്ഡവുമായി ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിച്ച ശുക്ലത്തെ പറ്റിയും ചർച്ച ചെയ്തു. അങ്ങനെ പുരുഷന്റെ ശുക്ലം ഉപയോഗിച്ചുകൊണ്ട് ബീജത്തെ അണ്ഡവുമായി ബന്ധിപ്പിക്കുന്ന ഏർപ്പാടിന് നിക്കാഹ് എന്ന് പേരിട്ടു അല്ലാഹു തആല. നിക്കാഹ് എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബീജത്തെ അണ്ഡവുമായി ബന്ധിപ്പിച്ചു. പെണ്ണിന്റെ അണ്ഡാശയത്തിൽ നിന്ന് മാസത്തിൽ ഒരു തവണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡവുമായിട്ടൊരു കൃത്യസമയത്ത് ബീജം ബന്ധിക്കുകയും ആ അണ്ഡം ബീജത്തെയും വഹിച്ചുകൊണ്ട് ഗർഭാശയത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ഒരു നിശ്ചിത സമയം സുരക്ഷിതമായി ഗർഭാശയത്തിലെത്തിയാൽ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് കടക്കുന്നു. അതിനെപ്പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്, സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖ. പിന്നീട് നാം ആ ബീജ അണ്ഡ സങ്കലന വസ്തുവിനെ ഭ്രൂണമാക്കി പരിവർത്തിപ്പിക്കുകയാണ്. ഗർഭാശയത്തിന്റെ ശക്തമായ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് ശക്തമായി കൈകാര്യം ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഏർപ്പാടാണ് അലക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ആധുനികൻ ഭ്രൂണം എന്ന് പേരിട്ടു. അതുകൊണ്ടാണ് നാം ആ അലക്കത്തിന് ഭ്രൂണം എന്നർത്ഥം വെച്ചത്. ഭ്രൂണാവസ്ഥയിലേക്ക് എത്തിയ നുത്ഫത്ത്.
ഫഖലഖിനൽ അലഖത മുദ്ഗ. ഗർഭാശയത്തിൽ വീണ്ടും ഒരു 10-40 ദിവസം കഴിയുമ്പോഴേക്ക് ആ ഭ്രൂണത്തെ നാം മാംസപിണ്ഡമാക്കി പരിവർത്തിപ്പിച്ചു. ഫഖലഖിനൽ മുദ്ഗത ഇളാമ. വീണ്ടും 40 ദിവസം കഴിയുമ്പോഴേക്ക് ആ മാംസപിണ്ഡത്തെ നാം അസ്ഥികൂടങ്ങളാക്കി പരിവർത്തിപ്പിച്ചു. ഫകസൗനൽ ഇളാമ ലഹമ. ഗർഭാശയത്തിൽ നടക്കുന്ന ആദ്യത്തെ 4 മാസം ഗർഭാശയത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ് അല്ലാഹു തആല വിശദീകരിച്ചിരുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫകസൗനൽ ഇളാമ ലഹമ. ആ മാംസപിണ്ഡത്തെ, ആ എല്ലിൻ കൂട്ടങ്ങളെ, എല്ലിൻ അസ്ഥികൂടങ്ങളെ നാം മാംസപേശികളെ കൊണ്ട് പൊതിഞ്ഞു. അസ്ഥി ഉള്ളിൽ വരത്തക്ക വിധത്തിൽ വെളിയിൽ മാംസവും അതിന്റെ മേലെ തൊലിയുമായിട്ടൊരു രൂപമുണ്ടാക്കി. 4 മാസം പൂർത്തിയാകുമ്പോഴേക്ക് ഒരു മനുഷ്യക്കുഞ്ഞിനെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാം ഉണ്ടാക്കിയെടുത്തു. ഇതേവർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. ഇത് കൗനിയാണ് വിഷയം. ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും, മെഡിക്കൽ കോളേജിന്റെ മ്യൂസിയത്തിൽ പോയാൽ ഈ വസ്തുതകൾ നമുക്ക് കൃത്യമായിട്ട് ഭരണിയിൽ ഇട്ട് വെച്ചിട്ട് കാണാം. ബീജത്തെ കാണാം, അണ്ഡത്തെ കാണാം, ബീജ അണ്ഡസങ്കലന ഭ്രൂണത്തെ കാണാം, ഭ്രൂണം പരിവർത്തിപ്പിച്ച അസ്ഥികൂടങ്ങളെ കാണാം, മാംസപേശികളെ കൊണ്ട് പൊതിഞ്ഞ 4 മാസം പ്രായമായ ചാപ്പിള്ളകളെ കാണാം. ഇല്ലേ? മെഡിക്കൽ കോളേജ് വെച്ച് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാകുന്ന വിഷയമല്ലേ കൂട്ടരെ ഇത്? അതുകൊണ്ടാണ് നാം അത് അസ്ബാബുമായിട്ടാണ് അള്ളാന്റെ ഇടപെടലിന്റെ ബന്ധം എന്ന് പറഞ്ഞത്. അസ്ബാബുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയം എന്താണ്? മനുഷ്യർക്ക് അല്ലാഹു തആല വിട്ടുകൊടുത്തിരിക്കുന്ന അറിവും ബുദ്ധിയും ഉപയോഗിച്ച് അസ്ബാബുകളുടെ ഉപയോഗക്രമത്തെ കണ്ടെത്താൻ കഴിയുന്നതാണ്. അതിന് നാം അൽ ഇൽമുൽ കൗനിയ, സാങ്കേതിക ജ്ഞാനം എന്നാണ് പറയുക. ഇതാണ് നാം നേരത്തെ സൂചിപ്പിച്ച അസ്ബാബുകൾ ഉപയോഗിച്ച് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ രീതി. ഭരണകൂടത്തിന്റെ വിഷയത്തിലും അത് തന്നെയാണ് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നത്. ഫറോവ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകപക്ഷീയമായിട്ടാണ് നശിപ്പിച്ചത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കുന്ന കൗനിയായ മേഖലകളെ ഒന്നും പരിഗണിച്ചിട്ടില്ല. അത് അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. സാങ്കേതിക വിജയങ്ങളൊന്നും, സാങ്കേതിക വസ്തുക്കളെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഫിറൗനെ അല്ലാഹു തആല കൈകാര്യം ചെയ്തത്. അവന്റെ മുത്തലക്കായ ഖുദ്റത്ത് ഉപയോഗിച്ചിട്ടാണ്. അല്ലേ? എന്ത് സാങ്കേതികതയാണ് ചെങ്കടലിൽ പിളർന്നതിനെ പറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഏത് സയൻസിനാണ് ചെങ്കടലിൽ പിളർന്നതിനെ യാഥാർത്ഥ്യമാക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റുക? ഏത് ലോജിക് അനുസരിച്ചാണ് ചെങ്കടലിൽ പിളർന്നതിനെ? അവിടെയാണ് സയൻസ് റസൂലുള്ളാഹിക്കാർ ഇസ്ലാമിനെ കളവാക്കിയത്. പരിശുദ്ധ ഖുർആനിനെ കളവാക്കിയത് സയൻസ് റസൂലുള്ളാഹിക്കാർ. ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ളവരാണ് കൂട്ടരെ ഇസ്ലാമിന്റെ കൊടിയ ശത്രു. വെളിയിലുള്ള ശത്രുത വെറും ബുദ്ധിയിൽ മാത്രമാണ്, പ്രമാണങ്ങൾ വെച്ചുകൊണ്ടുള്ള ശത്രുതയല്ല. ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള കൊടിയ കൊടിയ ഫിറോന്മാർ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഫറോവമാർ, അവരാണ് ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു. നമുക്ക് ശത്രുവിനെ മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ആദർശം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ആദർശമല്ല, ആവശ്യമാണ്. നമുക്ക് ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടണം. ഭരണകൂടത്തിൽ നിന്ന് കിട്ടേണ്ട ആവശ്യം നമുക്ക് കിട്ടണം. നേതൃത്വത്തിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടണം. സമ്പന്നരിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടണം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടണം. ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. എല്ലാവർക്കും ആവശ്യ പൂർത്തീകരണത്തിന്റെ മേഖലകളാണ് തുറന്നു കിട്ടേണ്ടത്. ആദർശം നാം പൂഴ്ത്തിവെക്കുകയാണ്. ആദർശത്തിനെ കൊന്നൊടുക്കിയത് മുസ്ലിമീങ്ങളാണ്. വല്ലാഹി സയണിസ്റ്റുകളോ ഫാസിസ്റ്റുകളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നാസിസ്റ്റുകളോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോ അല്ല, ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള ഏറ്റവും വലിയ മൂദേവികളാണ് ഇന്ന് ദീനുൽ ഇസ്ലാമിന്റെ ശത്രു. വിശദിക്കാൻ നോക്കുമോ നിങ്ങൾക്ക്? മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ കൊല്ലുന്നത് നായന്മാരും നമ്പൂതിരിമാരും ജോർജുമാരും ജോസഫുമാരും അല്ല. ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളകത്ത് ജീവിക്കുന്ന അഡ്രസ് ഉള്ളവരും യൂണിഫോം ഉള്ളവരുമാണ്. അവരാണ് ദീനുൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും കൊച്ചാക്കുന്നതും. അവിടെയാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ നശിപ്പിച്ചതിന്റെ സാങ്കേതികത്വം കണ്ടെത്താൻ മെനക്കെടുകയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പകരമുള്ള സയൻസ് റസൂലുള്ളാഹിക്കാര്? അതുകൊണ്ടല്ലേ പണ്ട് CN അഹമ്മദ് മൗലവി വടികുത്തിയിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ആഴം നോക്കുകയായിരുന്നു, അപ്പോൾ തിരമാല ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഖുർആനെ ശാസ്ത്രവൽക്കരിച്ചത്. അതുകൊണ്ടല്ലേ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ CN അഹമ്മദ് മൗലവിന്റെ ഖുർആൻ പരിഭാഷയ്ക്ക് നോവൽ സമ്മാനം കൊടുത്തത് അല്ലേ? ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർക്ക് തൃപ്തിപ്പെട്ടു. മോജിസത്തുകളും കറാമത്തുകളെയും നിഷേധിക്കുക വഴി
അള്ളാഹുവിന്റെ ഏകപക്ഷീയമായ മുത്തലക്കായ ഇടപെടലുകളെ കളവാക്കുകയായിരുന്നില്ല ഇവരൊക്കെ? ആയിരുന്നില്ലേ? അള്ളാഹുവിന്റെ മുത്തലക്കായ കുദ്റത്തുകളെ കളവാക്കുകയായിരുന്നില്ല ഇവരൊക്കെ? അള്ളാഹുവിന്റെ മുത്തലക്കായ കുദ്റത്തുകളെ അസ്ബാബ് വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച് പരിശുദ്ധ ഖുർആനെ കള്ളമാക്കിയില്ലേ ഇവർ? ഇവരുടെ പേര് മൗലവി എന്ന് തന്നെയല്ലേ, മുസ്ലിയാരി എന്ന് തന്നെയല്ലേ? ഇവിടെ ജോർജിനോ രാമനോ കൃഷ്ണനോ വല്ല പങ്കുണ്ടോ? അവരെ കൊണ്ട് സാധിക്കുമോ അത്? എന്നിട്ടും നാം വംശീയതയുടെ പേരിൽ മറ്റുള്ളവരെ ശത്രുവായിട്ട് കാണുന്നു. വംശീയതയുടെ പേരിൽ മാത്രം നാം നമ്മുടെ ഈ പറയപ്പെട്ടവരെ സുഹൃത്തുക്കളുമായിട്ട് കാണുന്നു. എന്നിട്ട് നാം അതിന് ഓമനപ്പേരിടുന്നതാണ്. എന്തെന്നാണെന്നറിയുമോ ഓമനപ്പേര്? ബഹുസ്വരത. അത് ഈജിപ്ഷ്യൻ ഇസ്ലാഹിയത്തിൽ നിന്ന് വന്നതാണ് ഈ ബഹുസ്വരത. ഇഖ്വാനിയത്ത് തലയിൽ കയറ്റി നിർത്തി ഈജിപ്ഷ്യൻ ഇസ്ലാഹിയത്താണ് സലഫിയത്ത് എന്ന് തെറ്റിദ്ധരിച്ച് ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള സാങ്കേതികക്കാർക്ക് പിന്തുണയും കൊടുത്ത് ജീവിച്ചപ്പോഴാണ് ഈജിപ്ഷ്യൻ ഇസ്ലാഹിയത്ത് സലഫിയത്തിന്റെ അഡ്രസ്സിൽ കേരളത്തിൽ മൂത്തു വന്നത്. അത് മൂത്തിട്ടാണ് പിന്നെ ചേകന്നൂരും അതേപോലെ CN അതുപോലെയുള്ള സയൻസ് റസൂലക്കാരും ഉണ്ടായത്. അവരല്ലേ കൂട്ടരെ ഇസ്ലാമിന്റെ കൊടിയ ശത്രു? അതോ ഇവിടുത്തെ രാമന്മാരും കൃഷ്ണന്മാരും വർഗീസുമാരുമാണോ? തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് കഴിയണമെന്നാണ് നാം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്രാജ്യത്വ ശക്തികളായ ഫറോവ സമൂഹത്തെ ഇല്ലാതാക്കി രാജ്യം മോമിനീങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചപ്പോൾ ഫറോവ സമൂഹത്തിന്റെ നാശത്തിന് അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് ഉപയോഗിക്കുകയല്ലേ ചെയ്തത്? അല്ലാഹു തആല അസ്ബാബുകളെ സമൂഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറയുകയാണോ ചെയ്തത്? അതിന് അല്ലാഹു തആല വേദി ഉണ്ടാക്കി. അള്ളാഹു വേദി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്തല്ല ഏതല്ല നീ ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ളവൻ പറയുന്നത്. എന്താണ് അല്ലാഹു തആല വേദി ഉണ്ടാക്കിയെന്നറിയുമോ? മൂസ നബിയോട് അല്ലാഹു തആല പറഞ്ഞു മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് നാട് വിട്ടോളാൻ. ആരതാ നാട്? ഈജിപ്ത്. ആരതാ ഈജിപ്ത്? ആരതാണ് കൂട്ടരെ? ബനി ഇസ്രായേലിനാണോ കിബിത്തികളതാണോ? ഫറോവാന്റെ സമൂഹമായ കിബിത്തികളുടേതാണോ ഈജിപ്ത്? അതോ ഇസ്രായേൽ സമൂഹത്തിൻ്റെതാണോ ഈജിപ്ത്? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ്, യാക്കൂബിന്റെ മകൻ യൂസുഫ്. ആ പാരമ്പര്യത്തിൽ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൂറ്റാണ്ടുകളോളം അവകാശം കൊടുത്ത നാടല്ലേ ഈജിപ്ത്? ആ ഈജിപ്തിലേക്ക് കിബുത്തി വിഭാഗം അധിനിവേശക്കാരായിട്ട് വന്നിട്ട് രാജ്യം ഭരിക്കുകയും അടിസ്ഥാന വർഗമായ ഇസ്രായേലി സമൂഹത്തെ അടിമകളാക്കി വെക്കുകയുമായിരുന്നില്ലേ ചെയ്തത്? എപ്പോഴാണ് ഇസ്രായേലി വർഗം അടിമകളായത്? അതിന് അല്ലാഹു തആല എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഇസ്ഹാഖിൽ ഇബ്രാഹിം മുതൽ ഇങ്ങോട്ട് ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ് മുഖേന കിട്ടിയ ഇസ്ലാമിനെ കളഞ്ഞു കുളിക്കുകയും പുരോഹിതന്മാരും മൗലാനമാരും ശൈഖുനമാരും ഉണ്ടാക്കി തീർത്ത കള്ളദീനുകളെ ദീനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതാണ് ദീൻ എന്ന് പറഞ്ഞ് ജാറങ്ങളെയും മഹാന്മാരെയും സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴല്ലേ അവരെ അല്ലാഹു തആല ഈ കിബിത്തി വിഭാഗത്തിന്റെ അടിമകളാക്കിയത്? ദീനുൽ ഇസ്ലാമിൽ നിന്ന് തെറ്റിയപ്പോഴല്ലേ മുസ്ലിമീങ്ങൾ മറ്റുള്ളവന്റെ അടിമകളാകേണ്ടി വന്നത്? ഇന്നും അത് തന്നെയല്ലേ ചരിത്രം? അല്ലേ കൂട്ടരെ? പശ്ചിമേഷ്യ മുതൽ ഇന്ത്യ വരെയുള്ള ചരിത്രം പരിശോധിക്കരുതോ? നൂറ്റാണ്ടുകളുടെ മുസ്ലിമീങ്ങൾ ഈമാനുള്ളവരും തൗഹീദുള്ളവരും റിസാലത്തുള്ളവരും സഹാബാക്കളെ കൃത്യവും നിശ്ചയവുമായി നേതൃത്വമായി പരിഗണിക്കുകയും ചെയ്യുന്ന കാലത്ത് ഒരു നിന്നത്തരവും ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഭരണകൂടം ആരായിരുന്നാലും ഉമ്മത്ത് പറയുന്നിടത്ത് ഭരണകൂടം നിന്ന ചരിത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറങ്ങളെ കൊണ്ട് പൊളിച്ചു, തരീഖത്തുകളെ കൊണ്ടും ശൈഖുകളെ കൊണ്ടും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ റിസാലത്തും പൊളിച്ചു. അവനവൻ നിർമ്മിച്ചുണ്ടാക്കിയ വംശീയ നേതൃത്വത്തെ വെച്ച് സഹാബാക്കളെയും പൊളിച്ചു. അങ്ങനെ പൊളിച്ച് നാശമാക്കിയ ഉമ്മത്ത് അനുഭവിക്കേണ്ടതാണ്. അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇപ്പോഴും. അതാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവിച്ചേ പറ്റൂ. തെറ്റ് തിരുത്തുക എന്ന് പറഞ്ഞാൽ ബൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ട് വാദപരമായ തെറ്റ് തിരുത്തലാവില്ല. ഓരോ വ്യക്തിയും തിരുത്തട്ടെ തിരുത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിലേക്ക് മടങ്ങട്ടെ സമൂഹം. മുഹമ്മദുർ റസൂലിലേക്ക് കൊടുത്ത ഷഹാദത്തിലേക്ക് മടങ്ങട്ടെ സമൂഹം. രണ്ട് ഷഹാദ പ്രാവർത്തികമാക്കാൻ അസ്ഹാബു റസൂലില്ലാഹിലേക്ക് മടങ്ങട്ടെ. അപ്പോഴേ ഉള്ളൂ ദീൻ പൂർത്തിയാവുകയുള്ളൂ. വല്ലാഹി മറ്റൊരു സംവിധാനം കൊണ്ടും ദീനുൽ ഇസ്ലാം ഇവിടെ പൂർത്തിയാകാൻ പോകുന്നില്ല. ദീനുൽ ഇസ്ലാം പൂർത്തിയാകാത്ത കാലത്തോളം ഈ നോവ് അവസാനിക്കുകയും ഇല്ല. ഇത് അള്ളാഹുവിന്റെ വാഅദയാണ്, അള്ളാഹുവിന്റെ അംറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് ഫലസ്തീനിലേക്ക് നാട് വിട്ടോളാൻ. അതെ, അല്ലാഹു തആല അവസരം ഉണ്ടാക്കുകയാണ്. ഗൈബ് അല്ലാഹ്ക്കേ അറിയുള്ളൂ. പറയും പോലെ കേൾക്കാനേ മുഅ്മിനീങ്ങൾക്ക് അവകാശമുള്ളൂ.
സ്വന്തം തീരുമാനമുണ്ടാക്കിയിട്ട് ജിഹാദിനിറങ്ങിയാൽ ഇസ്ലാമിക് ജിഹാദ് ആവില്ല, അത് പൊളിറ്റിക്കൽ ജിഹാദ് മാത്രമേ ആവുള്ളൂ. സമൂഹത്തിന്റെ ഉള്ളകത്ത് വംശീയതയുണ്ടാക്കി വ്യക്തികളെ പ്രവാചകന്റെ സ്ഥാനത്തും സഹാബത്തിന്റെ സ്ഥാനത്തും അവരോധിച്ച് അവര് ജൽപ്പിക്കുന്ന ജൽപ്പനങ്ങളെ പുണ്യവാക്യങ്ങളാക്കി അനുയായികളാകുന്ന വിഡ്ഢികളുടെ മനസ്സ് നിറച്ചും ഒരു തരം ഭൗതികത അടിച്ചു കയറ്റി അടിമകളാക്കി നിർത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഈ ഉമ്മത്തിനെ കളിയാക്കുകയല്ലേ? അല്ലേ? ഈ ഉമ്മത്തിലെ ഭൂരിപക്ഷത്തെ കൊണ്ട് രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും അമ്മാനമാടുകയല്ലേ? അത് തിരിച്ചറിയാൻ ഈ സമുദായത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു, അള്ളാന്റെ കൽപ്പനയുണ്ട് നാട് വിടാൻ. ഏത് നാട്? ഏത് നാട് വിട്ടരെ? ഇസ്ഹാഖ് നബിയിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ നാട്, യാക്കൂബ് നബിയിൽ നിന്ന് പരമ്പരാഗതമായിട്ട് കിട്ടിയ നാട്, യൂസുഫ് നബിയിലൂടെ പരമ്പരാഗതമായി കിട്ടിയ നാട്, നൂറുകണക്കിന് വർഷത്തിന്റെ പാരമ്പര്യമുള്ള നാട്. നാട് വിട്ടിട്ട് ഇന്നലെ എങ്ങാനും അപ്പുറത്തുനിന്ന് കടന്നു വന്ന ഭൗതിക ശക്തികൾക്ക് വിട്ടുകൊടുത്തിട്ട് നാട് വിടണമെന്ന് മൂസ നബി പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, നമുക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അല്ല പറഞ്ഞത് അടവെക്ക് മൗലവി എന്നാ ഒരു കാസിമി പറഞ്ഞത് ചോദിച്ചത്. അല്ല പറഞ്ഞതൊക്കെ അടവെക്ക്, അത് പറയേണ്ട സമയമല്ല ഇപ്പോ. മുഹമ്മദുർ റസൂല പറഞ്ഞ സമയമല്ല ഇപ്പോ. തൗഹീദ് പറയേണ്ട സമയമല്ല ഇപ്പോ. ഇപ്പം നമ്മൾ എതിരാളികൾക്കെതിരെ രൂക്ഷമായ സമരം നടത്തി വിജയിക്കേണ്ട സമയമാണെന്ന കാസിമിമാരും അസ്ഹരിമാരും അതേപോലെ തന്നെ മറ്റ് ഫൈസിമാരും മിമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിനെ കൊന്നുകൊണ്ടിരിക്കുന്നത് ക്രൂരമായ കൊല. എന്നിട്ട് ഉത്തരവാദിത്തം മുഴുവനും കുറ്റം മുഴുവനും ഫാസിസ്റ്റുകളുടെ കഴുത്തില്, സയനിസ്റ്റുകളുടെ കഴുത്തില്, കമ്മ്യൂണിസ്റ്റുകളുടെ കഴുത്തില്, നാസിസ്റ്റുകളുടെ കഴുത്തില്. അതെ, അവരൊക്കെ ഇത്തരത്തിലുള്ള വംശീയതയുണ്ടാക്കി സമൂഹത്തിലെ സാധാരണക്കാരന്റെ മനസ്സിനെ പിരാന്ത് പിടിപ്പിച്ച് ആ സമൂഹത്തെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. അതിന് മുസ്ലിം എന്ന അഡ്രസ്സിൽ പൊളിറ്റിക്കൽ ജിഹാദുമായിട്ട് വന്നവരെ നാം ശേഖന്മാരാക്കി അവരോധിച്ചു. ലാ ഇലാഹ ഇല്ലല്ലയും പോയി, മുഹമ്മദുർ റസൂലുള്ളയും പോയി, അസ്ഹാബു റസൂലുള്ളയും പോയി. മുആവിയ റളിയല്ലാഹുവിനെ പൊളിച്ച ചീത്ത പറയാൻ ഒരു മടിയും ഉണ്ടായില്ല ഈ കൂട്ടക്കാർക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പക്ഷപാതിയാക്കാൻ ഒരു മടിയും ഉണ്ടായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബുദ്ധിയില്ലാത്തെന്ന് പറയുന്ന ഒരു മടി ഈ കൂട്ടക്കാർക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ടോ ഈ വിഷയങ്ങളൊക്കെ വെച്ച് സമൂഹത്തിലെ സാധാരണക്കാരന്റെ മനസ്സകത്ത് രാഷ്ട്രീയ വിഷം കയറ്റിക്കൂട്ടി ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ ജിഹാദ് ഉണ്ടാക്കി. എന്നിട്ട് ഫാസിസ്റ്റുകളെ മറുപക്ഷത്ത് ശത്രുവാക്കി നിർത്തി, സയനിസ്റ്റുകളെ ശത്രുവാക്കി നിർത്തി ഈ ഉമ്മത്തിന്റെ ബുദ്ധികേടിനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയായിരുന്നില്ല ഇവിടെ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? അല്ലേ? അവിടെയല്ലേ നിങ്ങൾ സലഫിയത്തിനെ പേടിച്ചത്? അവിടെയല്ലേ സലഫിയത്തിനെ പേടിച്ചത്? പൂർവികന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഇടപെടലുകളെ അനുകൂലമാക്കിയെടുക്കാൻ എന്താണോ ചെയ്തത് അത് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് ലോകത്തോട് സലഫികൾ പറഞ്ഞപ്പോൾ അത് ബുദ്ധിയില്ലാത്ത വാക്കായി മാറി. പ്രാദേശികത കൗമിയായും വത്തനിയായും ഉണ്ടാക്കി. പണ്ട് ഇറാഖിലെ മുസ്ലിമീങ്ങളിൽ വംശീയതയുണ്ടാക്കിയാൽ നശിപ്പിക്കാമെന്ന് ഫാസിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും നന്നായിട്ട് അറിയാം. അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റുകൾക്കും റഷ്യൻ സോഷ്യലിസ്റ്റുകൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇറാഖിലെ മുസ്ലിമീങ്ങളിൽ ആദ്യം വത്തനീയത്ത് ഉണ്ടാക്കി, ദേശീയതയുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് കൗമിയ ഉണ്ടാക്കി, പ്രാദേശികത ഉണ്ടാക്കി, വംശീയത. എന്നിട്ട് സദ്ദാം ഹുസൈന്റെ ബയസ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഇറാഖിലെ ബിൽഡിങ്ങിന്റെ ചുമരുകളിൽ എഴുതിയന്ന് ഖുർആൻ ഷരീഫിന്റെ ചിത്രം വരച്ചു ഇറാഖിലെ ചുമരുകളിൽ. എന്നിട്ട് ആ സദ്ദാം ഹുസൈന്റെ ബയസ് പാർട്ടി അതിന്റെ ചോട്ടിൽ മുദ്രാവാക്യം എഴുതി, നഹ്നു നതുറുക്കു ഹാദൽ കിതാബ് നതുലുബുൽ ജംഹൂരിയ വൽ ഇസ്തിറാഖിയ വൽ ഖൗമിയ വൽ വതനിയ എന്ന് എഴുതില്ലേ? എന്താ അർത്ഥം? നഹ്നു നതുറുക്കു ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം ഞങ്ങൾക്ക് വേണ്ട. സദ്ദാം ഹുസൈന്റെ ബയസ് പാർട്ടി മുദ്രാവാക്യം വിളിച്ചതാ സോഷ്യലിസ്റ്റ് പാർട്ടി. റഷ്യയിൽ നിന്നാണ് ഉത്തേജനം കിട്ടിയത്, താഷ്കണ്ടിൽ നിന്നാണ് പണ്ട്, മോസ്കോവിൽ നിന്നാണ് പണ്ട് ഉത്തേജനം കിട്ടിയത്. എന്നിട്ട് എഴുതി, നഹ്നു നതുറുക്കു ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥം ഞങ്ങൾക്ക് വേണ്ട. നതുലുബുൽ ജംഹൂരിയ, ഞങ്ങൾക്ക് ആവശ്യം ജനാധിപത്യമാണ്. വൽ ഖൗമിയ, ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഖൗമിയ നാഷണലിസമാണ്. വൽ ഖൗമിയ, ഞങ്ങൾക്ക് ഇഷ്ടം പ്രാദേശികത്വമാണ്. വൽ വതനിയ, ഞങ്ങൾക്ക് പ്രാദേശികത്വമാണ്. ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പറ്റിയല്ല ഞങ്ങളെ ചർച്ച, ഇറാഖിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത് നടപ്പിലാക്കാൻ ഞങ്ങളെ ചർച്ച.
അതും പറഞ്ഞിട്ടല്ലേ രംഗത്ത് വന്നത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അദ്ദേഹത്തെ എതിർത്തു. ബൈസ് ജനാധിപത്യ പാർട്ടി, ജാവസ് സോഷ്യലിസ്റ്റ് പാർട്ടി എതിർത്തു. ഇത് അപകടമാണ് ഇസ്ലാമിനെ എന്ന്. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചവരെല്ലാം വംശീയക്കാരും വംശീയതയ്ക്ക് വേണ്ടി സംരക്ഷിച്ചവരെല്ലാം നാട്ടിലെ സംരക്ഷണക്കാരുമായി മാറിയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? 10,000-കണക്കിന് ഉലമാക്കളെ ഇറാഖിന്റെ മണ്ണിൽ കൊന്നൊടുക്കി സദ്ദാം ഹുസൈൻ ഇല്ലേ? ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ സദ്ദാം ഹുസൈൻ കൊന്നൊടുക്കിയില്ലേ? ഈമാന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, ഖുർആൻ പറഞ്ഞതിന്റെ പേരിൽ, ഹദീസ് പറഞ്ഞതിന്റെ പേരിൽ, സഹാബാക്കളെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ സംഭവിച്ചതോ? പിന്നെ കണ്ട കഥയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അസ്ബാബിന്റെ ഉത്തരവാദിത്തം മുഴുവനും അള്ളാഹുവിന്റെ കയ്യിലാണെന്നുള്ള ബോധം ഈ സമൂഹത്തിന് വേണമായിരുന്നു. ബഹുസ്വരത പറഞ്ഞുകൊണ്ട് ഈജിപ്ഷ്യൻ സ്വലാഹിയത്ത് തലച്ചോറ്റിക്കയറ്റി, എന്നിട്ട് ചാരിറ്റിയും മൊബൈൽ വണ്ടിയും അതേപോലെ തന്നെ ആംബുലൻസ് വണ്ടിയുമായിട്ട് സലഫിയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ദുർബലപ്പെടുത്തിയ മഹാഭൂരിപക്ഷത്തെയും കൊണ്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദയെ കുളിപ്പിച്ച് കൊളമാക്കിയവരാണ്. അസ്ഹാബു റസൂലയെ കൊച്ചാക്കി ചീത്ത പറയുന്നവരെയാണ് നമ്മീ ബഹുസ്വരതയുടെ പേരിൽ ഒന്നിച്ചു കയറ്റി ഉറക്കിയത് എന്ന തിരിച്ചറിവ് സലഫികൾക്ക് ഉണ്ടാവണം. അതാണ് നാം ലോകത്തോട് പറയുന്നത്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യോജിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറായില്ല. 2 ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് മൂസ നബിയെ അന്ധമായി അംഗീകരിച്ചു. അവർ ഈ പറയുന്ന ജംഹൂരിയത്തിനെയും കൗമിയത്തിനെയും വതനിയത്തിനെയും ഒന്നും അംഗീകരിച്ച് ഇസ്രാഖിയ സോഷ്യലിസം, ഞങ്ങൾക്ക് ആവശ്യം ജനാധിപത്യം, വൽ ഇസ്തിറാഖിയ ഞങ്ങൾക്ക് ആവശ്യം സോഷ്യലിസം, വൽ ഖൗമിയ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ സ്വന്തം സമൂഹം, അതേപോലെ തന്നെ വൽ വതനിയ ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ സ്വന്തം നാട്, അതിനുവേണ്ടി പടപൊരുതുക. ഓ ജിഹാദ് അൽ ജിഹാദ് അൽ ജിഹാദ്. അതല്ലേ കണ്ടത് നമ്മള് 19-20 നൂറ്റാണ്ടിൽ കണ്ടത് അതല്ലേ? ഇന്ത്യയിലും കണ്ടത് അതല്ലേ? കേരളത്തിലും കണ്ടത് അതല്ലേ? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അറിവിലല്ല കാര്യം, തിരിച്ചറിവിലാണ്. അതേ ഉമ്മത്ത് 98% തിരിച്ചറിയാതെ നട്ടം തിരിയുകയാണ് ലോകത്ത്, ഫലസ്തീൻ തൊട്ട് കാസർഗോഡ് വരെ. ഒരു തിരിച്ചറിവ് നാം പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. വളരെ പെട്ടെന്നല്ല, മെല്ലെ 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 അതേ നടക്കുള്ളൂ. ഫലാ തസ്തഅജിലു, അല്ലാഹു തആല പറഞ്ഞു തിരക്ക് കൂട്ടണ്ട. ഇസ്തിജാ, അല്ലാഹു തആലക്ക് ഒന്നിനും ധൃതിയില്ല. അള്ളാഹ്ക്കൊന്നിനും ധൃതിയില്ല. കാരണം ഇന്നലെയും നാളെയും അള്ളാഹുവിന്റെ ഇടപെടലുകൾക്കില്ല, എല്ലാം ഇന്നുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു 1000 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു ജോലി, ഒരു പ്രവൃത്തി, ഒരു ഫീൽ, അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഇനി 1000 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവസാനിക്കുക. അതിന്റെ ഇടയിൽ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്ന ഏതാനും വ്യക്തികളും അതിന് അല്ലാഹു തആല ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കളും ശക്തികളും വ്യക്തികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആകെ കാണുക 60 കൊല്ലം. അള്ളാഹ് തുടങ്ങിയിട്ട് ഏതാണ്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അത് അവസാനിക്കണമെങ്കിൽ ഇനിയൊരു 1000 കൊല്ലം കഴിയുമായിരിക്കും. അതിന്റെ ഇടയിൽ നടക്കുന്ന 60 കൊല്ലത്തെ കഥ കണ്ടിട്ടാണ് നാം ഫൈനൽ തീരുമാനത്തിലെത്തുന്നത്. അവിടെയാണ് നമുക്ക് പറ്റിയത്. അതിനാണ് അല്ലാഹു തആല സൂറത്ത് യൂസുഫ് അടക്കം പറഞ്ഞു തന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഇടപെടലുകളെ നിങ്ങൾ പഠിക്കണം. 8-ാമത്തെ വയസ്സിൽ മോൻ യൂസുഫ് കണ്ട സ്വപ്നം 82-ാമത്തെ വയസ്സിലാണ് യാഥാർത്ഥ്യമായത്. സുദീർഘമായ 75 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പ്രശ്നം തീരുന്നത്. അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട യൂസുഫ് ബാപ്പാനോട് പറയുന്നത്, ഹാദാ തഅ്വീലു റുഇയായ്. ബാപ്പയും ഉമ്മയും 12 സഹോദരങ്ങൾ, 11 സഹോദരങ്ങളും ഈജിപ്തിൽ യൂസുഫാകുന്ന ഭരണാധികാരിയുടെ അധികാരത്തിന്റെ ചോട്ടിലെ പ്രജകളായി ജീവിക്കുന്ന സമയം വന്നപ്പോൾ യൂസുഫ് നബി അന്ന് പറഞ്ഞു ബാപ്പാനോടും ഉമ്മാനോടും, ഹാദാ തഅ്വീലു റുഇയായ്. 8-ാമത്തെ വയസ്സിൽ ഞാൻ അന്ന് കണ്ട സ്വപ്നമാണ് ബാപ്പ ഈ സംഭവിച്ചത്. അന്ന് ഞാൻ കണ്ട സ്വപ്നം സൂര്യൻ, ചന്ദ്രൻ, 11 നക്ഷത്രങ്ങൾ, റഅയ്തുഹും ലീ സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കിനാവ് കണ്ടില്ലേ. ആ സൂര്യൻ ബാപ്പ നിങ്ങളാണ്, ആ ചന്ദ്രൻ ഉമ്മ നിങ്ങളാണ്, ആ 11 നക്ഷത്രം എന്റെ ഈ നിൽക്കുന്ന 11 സഹോദരങ്ങളാണ്. നിങ്ങൾ 13 പേരും എന്റെ അധികാരത്തിന്റെ ചോട്ടിന് പ്രജകളായിട്ട് ജീവിക്കേണ്ട ഒരു കാലം വരുമെന്നാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഹാദാ തഅ്വീലു റുഇയായ്. ഇതാണ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ തഅ്വീൽ. ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. എന്റെ റബ്ബ് അത് പുലർത്തിയിരിക്കുകയാണ് എന്ന്. ആ ചെറിയ സംഭവം പൂർത്തിയാക്കാൻ തന്നെ 85 കൊല്ലം എടുത്തു. എങ്കിൽ അള്ളാഹുവിന്റെ വലിയ കാര്യങ്ങൾ
എത്രായിരം കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും പൂർത്തിയാകുക. അതിന്റെ ഒരു കരു മാത്രമല്ലേ കൂട്ടരെ നാം, അതിന്റെ ഒരു പ്രതിനിധി മാത്രമല്ലേ നാം. 5, 10, 50 കൊല്ലത്തെ കഥയല്ലേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. അത് വെച്ചിട്ട് നാം തീരുമാനത്തിലെടുക്കാൻ പറ്റുമോ? അതെടുത്തിട്ട് തീരുമാനത്തിലെടുത്താൽ വല്ല കാര്യം നടക്കുമോ? ഇതാണ് അള്ളാഹുവിന്റെ ഇടപെടലിന്റെ രീതി എന്നാ പറഞ്ഞു വരുന്നത്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളെയും കൂട്ടി കടലിന്റെ കരയിലേക്ക് എത്തി. ഇപ്പുറത്ത് അസ്ബാബിന്റെ താക്കത്തുകൾ, ഫറോവ ഭരണാധികാരികൾ, പട്ടാളം, ബോംബ്, പീരങ്കി, മിസൈല്, എന്താണ് ആധുനികന്റെ ഭാഷയിൽ പറയാൻ പറ്റുക, അതിന് തുല്യമായതല്ല. മറുഭാഗത്ത് തിരയടിച്ചു വരുന്ന ചെങ്കടലിന്റെ കൂറ്റൻ തിരമാലകൾ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തെയും കൂട്ടി കടൽ തീരത്തെത്തിയപ്പോൾ മുസ്ലിമീങ്ങൾ മൂസ നബിയെ വിഡ്ഢിയാക്കി, ഇല്ലേ? ആക്കിയില്ലേ കൂട്ടരെ? എന്താണ് ഇസ്രായേലി സമൂഹം മൂസ നബിയോട് പറഞ്ഞത്? നിങ്ങൾ എന്ത് വട്ടത്തരമാണ് മൂസ ഈ ചെയ്തത്? മുൻപിൽ കടല്, പിറകിൽ ഫറോവാന്റെ പട്ടാളം വരുന്നു. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ ചെയ്തിരിക്കുന്നത്? അള്ളാന്റെ കൽപ്പന എന്നും പറഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ എവിടെയാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? അതന്നല്ലേ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞനുസരിച്ച് കരുക്കൾ നീക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നവരെല്ലാം വിഡ്ഢികൾ. ബോംബും തോക്കും മിസൈലും ആയുധവും പാർട്ടിയും പ്രധാനമന്ത്രിയും സെക്രട്ടറിയും എംപിയും MLA-യുമായിട്ട് വിലസാൻ മെനക്കിടുന്ന ബൗസരക്കാര്. അവര് കളിയാക്കുന്നു മറ്റുള്ളവരെ. നിങ്ങൾ അള്ളാനെയും പറഞ്ഞുകൊണ്ടിരുന്നു, അപ്പോഴേക്കും കാര്യം മറ്റേ വഴിക്ക് പോകുമെന്ന്. ഇല്ല കൂട്ടരെ, ഇല്ല. അള്ളാനെയും പറഞ്ഞു നടക്കുന്നവര് മാത്രമാണ് വിജയികൾ. അല്ലാത്തവർ വെറും മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികൾ മാത്രമാണ്. അതും 99.5% ഉണ്ടായാലും ശരി. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മിണ്ടാതിരുന്നു കൊള്ളണം. എന്റെ അള്ളാഹ് കൽപ്പിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ഒരു റസൂല് മാത്രമാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ, അടങ്ങിയിരിക്ക്, എന്റെ ഒന്നിച്ച് എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഇന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ ഭാഷ എന്ന് പറയും, യാഥാസ്ഥികം മുസ്ലിയാരെ വയല് എന്ന് പറയും. മറ്റുള്ളവരെല്ലാം സയൻസ്. കാരണം ജൂതൻ ഉണ്ടാക്കിയ സ്ഥല ഉപകരണങ്ങളും വീട്ടിന്റെ ഉള്ളിലുണ്ടാവും. ഹോം തിയേറ്റർ മുതൽ അങ്ങോട്ട് എന്തെല്ലാം ജൂതൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇസ്ലാമിനെ കൊല്ലാൻ, ആ ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നത്. വലിയ തമാശയാ. സ്റ്റേജിലെത്തിയാൽ ഘോര ഘോര ഇസ്ലാം, പുരക്കെത്തിയാൽ ഘോര ഘോര ജൂതൻ. അല്ലേ സംഭവം? ഏത് കാര്യത്തിലാ ജൂതനെ പിൻപറ്റാതിരുന്നത് ഈ ഇസ്ലാമിന്റെ പ്രബോധകന്മാരെന്ന് പറയുന്നവർ? കല്യാണത്തിന്റെ കാര്യത്തിൽ ജൂതനെ പിൻപറ്റിയില്ലേ? ദീനുൽ ഇസ്ലാമിനെ കൊന്ന് കുഴിച്ചു മൂടിയില്ലേ കല്യാണ വിഷയത്തിൽ? പെണ്ണിന്റെ കാര്യത്തിലും ആണിന്റെ കാര്യത്തിലും വസ്ത്രവിധാനത്തിലും ജൂതനെയല്ലേ പുൽകിയത്? അഷ്റഫുൽ ഖൽഖിനെയും സഹാബാക്കളെയും കൊന്നു കുഴിച്ചു മൂടിയില്ലേ ഈ സമൂഹം? രാമന്മാരും കൃഷ്ണന്മാരും വർഗീസുമാരുമാണോ ഇവർ? വലിയ വലിയ മൗലാനമാരും ഷെയ്ഖുനമാരും മൗലവിമാരും ഷെയ്ഖുമാരും വലിയ വലിയ പ്രൊഫസർമാരും എഞ്ചിനീയർമാരും ഒക്കെ തന്നെയല്ലേ ഇവരും? വായെടുത്ത മാക്കാൽ അള്ളി മാക്കാൽ റസൂലി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അടുക്കള തൊട്ട് അങ്ങാടി വരെയും അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെയും ജൂതവൽക്കരിച്ചില്ലേ? ഇസ്ലാമിനെ കൊന്നില്ലേ? എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിന്റെ ജേതാക്കൾ, ഇസ്ലാമിന്റെ സംരക്ഷകർ. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതെ, പ്രശ്നത്തിൽ അള്ളാഹു ഇടപെട്ടു ഏകപക്ഷീയമായി. എന്താ പറഞ്ഞത്? സമുദ്രത്തെ അടിക്കാൻ. അത് സയൻസ് വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്തു CN അഹമ്മദ് മൗലവി. അങ്ങനെ അടിക്കുകയല്ല ചെയ്തത്, വടി കുത്തിയിട്ട് ആഴം നോക്കിയിട്ട് ഉമ്മത്തിനെയും കുട്ടി നടക്കുക ചെയ്തത്. എങ്ങനെയുണ്ട്? അതുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ ഇത് കൊടുത്തത്. മൂസനബിന്റെ വടിയെ പറ്റി മൂപ്പര് പറഞ്ഞത്, ആഴം നോക്കാൻ വേണ്ടിയിട്ട് വലിയ വടി ഉണ്ടായിരുന്നു, അങ്ങനെ കുത്തി 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 ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ആഴം തുറഞ്ഞ സ്ഥലത്ത് കൂടെ. ഈ പിരാന്തിനും ആളുണ്ടായില്ലേ കൂട്ടരെ? കേരളത്തില് ഉണ്ടായില്ലേ? ഈ മാനസിക രോഗിക്കും ആളുണ്ടായില്ലേ കേരളത്തിൽ? ഇപ്പോഴും ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലക്കാര് വിലസയല്ലേ സലഫിയത്തിന്റെ പേരും പറഞ്ഞിട്ട്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ,
അള്ളാഹു അവൻ്റെ ഏകപക്ഷീയമായ ഇടപെടൽ, കുദ്റത്ത് കൊണ്ടുള്ള ഇടപെടൽ, അസ്ബാബുകളെ പരിഗണിക്കാത്ത ഇടപെടൽ, ഫറോവ സാമ്രാജ്യത്തെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇല്ലേ? അഗറക്കിന ആല ഫിറോൻ. ചാമോത്തോതാനുള്ളതല്ല ഇത്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ തീരുമാനം മോമിനിങ്ങൾക്ക് എത്താനുള്ളതാണിത്. ഫാസിസ്റ്റുകളെ കൊണ്ട് തലവേദനയുണ്ടോ? കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് തലവേദനയുണ്ടോ? നാസിസ്റ്റുകളെ കൊണ്ടും അതേപോലെയുള്ളവരെ കൊണ്ടും നിങ്ങൾക്ക് തലവേദനയുണ്ടോ? പൂർവികന്മാരായ പ്രവാചകന്മാരുടെ രാഷ്ട്രീയമായ ഇടപെടൽ നിങ്ങൾ മാതൃകയാക്കുക. തീർച്ചയായിട്ടും അള്ളാഹു തല പരിഹാരം വരും. ഇവിടെയാണ് പ്രശ്നം. സയൻസ് റസൂലക്കാർക്ക് അള്ളാഹുവിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ മീസാൻ കല്ലും കഫൻ തുണിയുവാ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മീസാൻ കല്ല്, കഫൻ തുണി, കബറ്, മുങ്കർ നക്കീർ, ദണ്ട്, അടി, ഇതൊക്കെയാണ് അള്ളാഹ്. ബാക്കിയെല്ലാം നമ്മുടെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്നത്. അള്ളാഹ് ഇടപെടേണ്ട സമയം എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കബറിലെത്തി മീസാൻ കല്ല് കുഴിച്ചിടും അള്ളാഹ്. അതിൽ സയൻസുമായിട്ട് മീസാൻ കല്ലിന് ബന്ധമില്ല, മുങ്കർ നക്കീറുമായിട്ട് സയൻസിന് ബന്ധമില്ല. എങ്ങനെ? ദണ്ടും ദണ്ടിന്റെ അടിയുമായിട്ടൊന്നും സയൻസിന് ബന്ധമില്ല. അതെല്ലാം അള്ളേ ആയിക്കോട്ടെ. ഇവിടെ അടക്കുന്നൊക്കെ നമ്മൾ അടുക്കള തൊട്ട് അങ്ങാടി വരെ, തിരുവനന്തപുരം തൊട്ട് ഡൽഹി വരെ, കാസർഗോഡ് തൊട്ട് ഇറാൻ വരെ, അതൊക്കെ നമ്മുടെ സാമർഥ്യം കൊണ്ട് വേണം കാര്യങ്ങൾ നടക്കാൻ. അള്ളാന്റെ ഇടപെടൽ കാത്തിരുന്ന സംഗതി നടക്കൂല. അതുകൊണ്ട് സയൻസ് റസൂലക്കാർക്ക് അഡ്രസ് കിട്ടി, യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അതുവത്തി കിട്ടി, പുത്തംവാദക്കാർക്കും അടിവെച്ച് കിട്ടി. എല്ലാ രീതിയിലുള്ള ഇൽഹാദ് വാദക്കാർ രംഗത്ത് വന്നു. ഇസ്ലാമിന്റെ ഉള്ളകത്ത്, മുസ്ലിമിന്റെ ഉള്ളകത്ത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സുന്നത്ത് പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ടേ മുന്നോട്ട് പോകുന്നു. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഇസ്രായേലി സമൂഹം അക്കരെ എത്തി, ഫറോവ സമൂഹം നശിച്ചു തീർന്നു. ഇനി എന്താ വേണ്ടേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കുക, ഹാറൂൻ നബിയെ ഫലസ്തീന്റെ പ്രധാനമന്ത്രിയാക്കുക, പിന്നെ കുറച്ച് MLA മാരും MP മാരും. അങ്ങനെ ഇസ്ലാമിക് പൊളിറ്റീഷ്യന്റെ ജിഹാദി മുന്നോട്ട് പോവുക. സുന്ദരമായി, നല്ല അഡ്രസ്സായി, നല്ല തെളിവുമായി. ഇതാണോ അള്ളാഹു തആല ചെയ്തത്? അല്ല കൂട്ടരെ, അള്ളാഹു തആല ചെയ്തത് അതല്ല. അള്ളാഹു തആല അത് ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തിന്റെ ഭരണം മുസ്ലിങ്ങളെ കയ്യിൽ കിട്ടിയ കൊളാവും. ഭരിക്കുന്നവരാരോ ഭരിക്കട്ടെ, ആ ഭരണത്തിന്റെ കീഴിൽ ജേതാക്കളായി ജീവിക്കുന്ന മുവഹിദുകൾ ഉണ്ടാകുക. ഇതാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. ആര് ഭരിച്ചാലും ശരി, ഇന്നാള് ഭരിക്കണം ഒരു നിർബന്ധം അള്ളാഹു തആലക്കില്ല. അള്ളാഹു തആല പറഞ്ഞല്ലോ കൂട്ടരെ, വഅദല്ലാഹു അല്ലദീന ആമനു വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഇന്ന് നടക്കുന്ന മുഴുവൻ കാര്യം മുസ്ലിമീങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി രാഷ്ട്രീയക്കാര്, ഭരണാധികാരികൾ. അതേപോലെ തന്നെ നിങ്ങളെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ നിങ്ങളെ ഭയപ്പെടുത്തി നിർത്തി, ഭയങ്കരമായി പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് മൂന്നും ഞാൻ പരിഹരിച്ചു തരാം. ഖുർആൻ അടവക്ക് മൗലവി എന്നാ പറഞ്ഞത് ഒരു കാസിമി. ഖുർആൻ അടവക്ക് മൗലവി. നമുക്ക് രംഗത്തിറങ്ങാം. അൽ ജിഹാദ് അൽ ജിഹാദ് അൽ ജിഹാദ് സിന്ദാബാദ് എന്ന് തുടങ്ങിയതാ. കൊല്ലം 50 തുടങ്ങിയിട്ട് കേരളത്തിൽ ഈ മുദ്രാവാക്യം വിളിച്ചിട്ട് റോഡിലിറങ്ങാൻ. ഇന്നലെയും തുടങ്ങിയതല്ല. ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഭരണകൂടത്തെ പേടിച്ചിട്ടാണോ ഇവർ ഇസ്ലാമിലേക്ക് വന്നത്, അതോ എന്നെ പൂർണ്ണമായും എന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചിട്ടാണോ ഇസ്ലാമിലേക്ക് വന്നത്? അതെനിക്ക് പരിശോധിക്കണം. അതിനും കൂടി ജയിച്ചെങ്കിലേ ഇസ്രായേലിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാവുകയുള്ളൂ. അല്ലാഹു അങ്ങനെയല്ലേ? എന്നിട്ട് എന്താ മൂസ നബിയോട് പറഞ്ഞത് അല്ലാഹു തആല? വജാവസ്നാ ബിബനി ഇസ്രായീൽ ബഹറ. ഇസ്രായേലി സമൂഹം സമുദ്രം കടന്ന് അക്കരെ എത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഓ മൂസ, ഫലസ്തീനിൽ പ്രവേശിക്കാൻ സമയമായിട്ടില്ല. മുവഹിദുകൾക്ക് മാത്രമേ ഫലസ്തീൻ അനുവദിക്കുകയുള്ളൂ. ബൈത്തുൽ മുഖദ്ദസ് മുവഹിദുകൾക്ക് മാത്രമുള്ളതാണ്, മോമിനീങ്ങൾക്കുള്ളതാണ്. വല്ലാഹി അത് ഷിയാക്കൾക്കുള്ളതല്ല. ഷിയാക്കൾ ദീനുൽ ഇസ്ലാമിലെ കള്ളന്മാരാണ്. ജൂതന്മാരെക്കാളും നസാറാക്കളെക്കാളും വലിയ അപകടകാരികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുഴിച്ചു മൂടിയവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയെ പൂർണ്ണമായി പരിഹസിച്ച് തള്ളിയവരാണ്. സഹാബാക്കളെ പൂർണ്ണമായും വൃത്തികെട്ടവരെന്ന് പറഞ്ഞവരാണ് ഷിയാക്കൾ. അവർക്ക് അവകാശപ്പെട്ടതല്ല ബൈത്തുൽ മുഖദ്ദസ്. മുഅ്മിനീങ്ങൾക്ക് അവകാശപ്പെടാം. സമയം വരെ അല്ലാഹു തആല കാത്തിരിക്കും. അതിന് യോഗ്യതയുള്ളവർ വരുന്നത് വരെ അല്ലാഹു തആല കാത്തിരിക്കും കൂട്ടരെ, കാത്തിരിക്കും. അല്ലാഹു തആല മൂസ നബിയോടും ഹാറൂൻ നബിയോടും പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാനായിട്ടില്ല, ഖുദ്സിൽ കയറാനായിട്ടില്ല. മൂസ, യോഗ്യതയുള്ളവരുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കട്ടെ. യതീഹൂന ഫിൽ അർളി 40 സന. 40 കൊല്ലം ഇവരെയും കൂട്ടിയിട്ട് നിങ്ങൾ മരുഭൂമിയിൽ കറങ്ങണം.
ഖുർആാനല്ലേ വിട്ടരെ. അപ്പോഴാ ഇപ്പൊ സയൻസ് റസൂലക്കാർ പറയാ ഖുർആാനടെ വെക്ക്, നമ്മൾ ഭരണഘടന എടുക്ക്, നമ്മൾ രാഷ്ട്രീയ ഭരണഘടന. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലി മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് മരുഭൂമിയിലൂടെ കറങ്ങി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിയും, തലപ്പത്തുള്ളത് മൂസ നബിയും ഹാറൂൻ നബിയും. തർബിയത്ത് മുറബികൾ അവരാണ്, മുർഷിദുകൾ അവരാണ് ഇവർക്ക് വേദം ഓതി കൊടുക്കുന്നത്, അവരാണ് ഇവർക്ക് തർബിയത്തും തസ്കിയത്തും കൊടുക്കുന്നത്. സാധാരണ 100ാം നമ്പർ MLA രാഷ്ട്രീയക്കാരനും അല്ല. മൂസ നബിയും ഹാറൂൻ നബിയുമാണ് ഇവർക്ക് ഇർഷാദ് കൊടുക്കുന്നത്. അവരെയും കൂട്ടി നടന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ കൽപ്പന അനുസരിച്ച്. നടന്ന മാസങ്ങളോളം നടന്നു. ഒരു രാജ്യത്തെത്തി, ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു ജാറത്തിന് ചുറ്റും ഈത്തിക്കാഫിരുന്ന് കരയുന്ന കാഴ്ച കണ്ടു ഇസ്രായേലി സമൂഹം. 40 കൊല്ലം മുമ്പ് സിഗരറ്റ് വലി നിർത്തിയാലും സിഗരറ്റ് വലിക്കുന്നവനെ കണ്ടാ ഒന്ന് പൊളിക്കും അല്ലേ? ചൈൻ സ്മോക്കേഴ്സ് നിർത്തിയതാണ്. 40 കൊല്ലമായി സിഗരറ്റ് വലി നിർത്തിയിട്ട്. പക്ഷെ ആരെങ്കിലും ദൈവശേഷം വിളിക്കുന്നുണ്ട ഇവന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൃതറാ വരും. മദ്യപാന്റെ കഥയും അതങ്ങനെ തന്നെയാണ്. മദ്യപാനം നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒറ്റനാടെന്ന് കണ്ടാൽ എനിക്ക് പഴയ കഥ ഓർമ്മ വരും, പുളിപ്പ് വരും. അതുകൊണ്ടാണ് സാഹചര്യം ഉണ്ടാക്കിയത് അത്രക്കാർക്കെന്ന് പറഞ്ഞത്. സിഗരറ്റ് വലി നിർത്തിയത് കൊണ്ട് മാത്രം പോരാ, ചുറ്റുപാടൊന്നും കൂടി രക്ഷപ്പെടണം. മദ്യപാനം നിർത്തിയോണ്ട് മാത്രം പോരാ, ചുറ്റുപാടൊന്നും രക്ഷപ്പെടണം. സിഗരറ്റ് വലി നിർത്തിയിട്ട് സിഗരറ്റ് വലിക്കാരെ തന്നെ കൂടിയാണ് എനിക്ക് സാധിക്കില്ല നിർത്താൻ. അത് മനുഷ്യന്റെ അമ്മാറത്ത് അങ്ങനെയാണ്. ഇതേപോലെ തന്നെയാണ് ജാറത്തിന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ ഇടപെടലുകളെ നേർക്ക് നേരെ അനുഭവിച്ചവരാണ് ഇസ്രായേലി സമൂഹം. സമുദ്രം പിളർന്നത് നേർക്ക് നേരെ കണ്ടവർ, മഞ്ഞ് സെലവായി ഇറങ്ങിയത് നേർക്ക് നേരെ തിന്നവർ, മൂസ നബിക്ക് അല്ലാഹു തആല അവന്റെ ഖുദ്റത്തി താക്കത്ത് വെളിപ്പെടുത്തി കൊടുത്തത് നേരിട്ട് കണ്ണോണ്ട് കണ്ട ഇസ്രായേലിയർ. അവര് ജാറത്തിന്റെ അടുത്ത് ആളെ കണ്ടപ്പോൾ മൂസ നബിയോട് അവര് പറഞ്ഞു, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഓ മൂസ, ഇങ്ങനത്തെ ഒരു ജാറം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താ, ഞങ്ങളും അള്ളാഹുലേക്ക് എളുപ്പത്തിൽ ഒന്ന് അടുക്കട്ടെ എന്ന്. എങ്ങനെയുണ്ട് മൂസ നബിന്റെ പരിശ്രമം ഈ കാലത്രയും? എത്ര കൊല്ലായി തുടങ്ങിയിട്ട് ഈജിപ്തിൽ ദൈവത്തെടുത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവസാനിപ്പിച്ചത്. ഏകപക്ഷീയമായിട്ട് ഫിറോവിനെ കൊന്നതും കണ്ടതാ അവര്. പക്ഷെ പഴയകാല ജാറത്തിനകത്തേക്ക് പുതിയ കാലത്തെ കാഴ്ച വന്നപ്പോൾ, ഓ മൂസ, ഞങ്ങൾക്കൊരു ജാറുണ്ടാക്കിത്താ, ഞങ്ങളും ഇവരെ പോലെ അള്ളാഹുലേക്ക് എളുപ്പത്തിൽ എത്തട്ടെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഗഡ്ഗഡുത്ത ഭാഷയിൽ പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, ജാഹിലികൾ ഒരിക്കലും നന്നാവൂല. മൂസ നബി സ്ട്രോങ് ആണ് ആള്. ഹൗലായി ഖൗമുൻ മുതബ്ബറും മാഹും ഫീഹി വബാതിലും മാഹും കമാ കാനൂ യസ്നഊൻ. ഈ ഖൗമ് തോന്നിയവാസികളാണ്, അവർ യാഥാർത്ഥ്യത്തിൽ ഒളിച്ചോടിയവരാണ്, അവർ ചെയ്തത് നിരർത്ഥകമാണ്. അതുപോലെ നിങ്ങൾക്കും വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അനുഭവിച്ചേ പറ്റൂ എന്ന്. അനുഭവിച്ചു. 4000 കൊല്ലം തെണ്ടി. അതാണ് ഇന്നത്തെ ജൂതൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്തിനെതിൽ താല്പര്യമനുസരിച്ച് ജാറത്തിലേക്ക് പോകാൻ വേണ്ടി മൂസ നബിന്റെയും ഹാറൂൻ നബിന്റെയും റിസാലത്തിനെയും നുബുവത്തിനെയും ഇസ്ലാമിനെയും ചോദ്യം ചെയ്ത് താല്പര്യമനുസരിച്ച് ശൈഖുലമാരെയും മൗലാനമാരെയും പുലുകി മൂസ റിസാലത്തിനെ കൊല്ലാൻ ഉസൈറിനെ അള്ളാന്റെ മകനാണെന്നും പറഞ്ഞ് അള്ളാന്റെ മകന് കുറെ ശേഖന്മാരെയും അപ്പോസ്തലന്മാരെയും ഉണ്ടാക്കി ഒരു പുതിയ മതം ഉണ്ടാക്കി ഇസ്ലാമിനെ കൊന്നിട്ട് അവരായിരുന്നു ഈസ നബിയെ നേരിട്ട ജൂതന്മാർ. അതല്ലേ ചരിത്രം. ഖുദ്സിൽ പ്രവേശിക്കാൻ മൂസ നബിക്ക് കഴിഞ്ഞോ? ഹാറൂൻ നബിക്ക് കഴിഞ്ഞോ ഖുദ്സിൽ പ്രവേശിക്കാൻ? അള്ളാഹ് അടുപ്പിച്ചോ ആ ഭാഗത്തേക്ക്? വഴിയിൽ എവിടെ വെച്ചോ മരിച്ചില്ലേ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം? വഴിയിൽ എവിടെ വെച്ചോ ഹാറൂൻ നബിയും മരിച്ചില്ലേ? ബൈത്തുൽ മുഖദ്ദസിൽ കയറാൻ അവർക്ക് സാധിച്ചോ? അത് കഴിഞ്ഞിട്ട് പ്യൂർ മുവഹിദുകൾ വന്നപ്പോഴല്ലേ, യൂശൈ നബിന്റെ കാലഘട്ടത്തിലല്ലേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശനം ഇസ്രായേലിയർക്ക് അനുവദിച്ചത്? ആയിരുന്നില്ലേ? ഇതൊക്കെ ഖുർആനല്ലേ കൂട്ടരെ? നമ്മക്കിപ്പോ രാഷ്ട്രീയാധിപത്യം തെളിയിക്കണം. അതിന്റെ വഴി ഖുദ്സ് നമ്മളെ കെയർ ഓഫിൽ വരണം, മക്ക നമ്മളെ കെയർ ഓഫിൽ വരണം, മദീന നമ്മളെ കെയർ ഓഫിൽ വരണം. എന്നിട്ട് പഴയകാല ജാറങ്ങൾ മക്കയിലും മദീനയിലും പുനർവെക്കണം. അങ്ങനെ അഷ്റഫുൽ ഖൽക്കിന്റെ ഖബറിന്റെ മുകളില് കൂഫയിൽ നിന്നും ഇറാഖിൽ നിന്നും തുർക്കിയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ലെബനാനിൽ നിന്നും യമനിൽ നിന്നും ഭരണാധികാരികളും മൊല്ലമാരും സ്വർണത്തിന്റെയും മുത്തിന്റെയും മാണിക്യത്തിന്റെയും മാലയുണ്ടാക്കി അഷ്റഫുൽ ഖൽക്കിന്റെ ഖബറും പുറത്ത് ചാർത്തി ബർക്കത്തെടുക്കണം. അങ്ങനെ പഴയ കാലം തിരിച്ചു വരണം. ഇല്ല കൂട്ടരെ, അടുത്ത കാലത്തൊന്നും തിരിച്ചു വരക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എത്ര ലക്ഷങ്ങൾ മരിച്ചു വീണാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബു റസൂലില്ലാഹ്. അതാണ് നമ്മുടെ മുദ്രാവാക്യം. അങ്ങോട്ടാണ് നമ്മുടെ പോക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഇനി വരുന്ന നാളുകൾ ഹജ്ജിന്റെ നാളുകളാണ്, ഹജ്ജിന്റെ ദിവസങ്ങളാണ്.
അതുകൊണ്ട് തന്നെ നമുക്കിനി ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജിന് ഷഹാദത്തുമായിട്ട് എങ്ങനെയാണ് ബന്ധം, അതെങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ പറ്റുക, അതിനെപ്പറ്റിയുള്ള ചർച്ച വരും ആഴ്ചകൾ നമുക്ക് നടത്താം. വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബുർ റസൂലില്ലാഹ്. അലാ വസല്ലു വസല്ലിമു അലാ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തള. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين وعن سائر الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين عافية لا سقم معها. اللهم اشفنا واشف مرضانا ومرضى المسلمين شفاء لا يغادر سقما. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقل الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صادرين واجدين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين. اللهم صل على محمد وعلى آل محمد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.